തുടർച്ചയായ 3 ദയനീയ പരാജയങ്ങൾ. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെയും ഒഡീഷ എഫ്സിക്കെതിരെയും പഞ്ചാബ് എഫ്സിക്കെതിരെയും നാണം കെട്ട 3 തോൽവികൾ. ഇത് ബ്ലാസ്റ്റേഴ്സിൻ്റെ യുഗാന്ത്യമാണ് എന്ന് പോലും പലരും വിധിയെഴുതി. എങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഈ മഞ്ഞപ്പടയെ നെഞ്ചോട് ചേർത്ത ഒരു കൂട്ടം ആരാധകർ അവരിൽ വിശ്വാസമർപ്പിച്ചു. എന്നാൽ ചില ചുരുക്കം ആരാധകരിൽ നിന്നുണ്ടായ പ്രതികരണം കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഇവാൻ ബുക്മനോവിച്ചിനെ ഏറെ വേദനിപ്പിച്ചു. അത് ബ്ലാസ്റ്റേഴ്സിനോടുള്ള ദേഷ്യം കൊണ്ടല്ലായിരുന്നു, മറിച്ച് തങ്ങളുടെ ടീം പരാജയപ്പെടുമ്പോൾ വെറും നോക്കി നിൽക്കാൻ മാത്രം കഴിയുന്ന ഒരു ആരാധകൻ്റെ വേവലാതി മാത്രമായിരുന്നു. അവർ ആഗ്രഹിച്ചത് ഇങ്ങനെ ഒരു ബ്ലാസ്റ്റേഴ്സിനെ ആയിരുന്നില്ല. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ എല്ലാ പ്രതീക്ഷയും അവസാനിച്ചു എന്ന് വിമർശകർ മുദ്രകുത്തി. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിനെ ഒരു പ്രാണനായി കണ്ട ഓരോ ആരാധകരും ഈ ടീമിൽ വിശ്വാസം അർപ്പിച്ചു. അവർക്കൊരിക്കലും മഞ്ഞപ്പടയെ കൈവിടാൻ സാധിക്കുമായിരുന്നില്ല. തങ്ങളുടെ ജീവമരണ പോരാട്ടത്തിനായി കരുത്തരായ FC ഗോവക്കെതിരെ കലൂരിൻ്റെ മണ്ണിലേക്ക് ഓരോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരും ഏറെ പ്രതീക്ഷയോടെ കടന്നു വന്നു. കളിയുടെ തുടക്കം കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റെടുത്തെങ്കിലും പിന്നീട് FC ഗോവ കളിയിൽ ആധിപത്യം പുലർത്തി. റൗളിംഗ് ബോർജസിൻ്റെ വലങ്കാൽ വോളി ബ്ലാസ്റ്റേഴ്സിൻ്റെ വലയിലെത്തിയതോടുകൂടി കൊച്ചി കലൂർ സ്റ്റേഡിയം നിശബ്ദമായതാണ്. അതിൽ നിന്നും മുക്തി നേടും മുന്നേ നോവ സദോയുടെ സുന്ദരമായ അസിസ്റ്റിൽ നിന്നും മുഹമ്മദ് യാസിർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വലയിലേക്ക് രണ്ടാമത്തെ ആണിയും അടിച്ചുവിട്ടു. ആ ഒരു ഗോൾ നേടി അവിടെ നിന്നും കിടന്നുറങ്ങുന്ന ഒരു സെലിബ്രേഷനും മുഹമ്മദ് യാസിർ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കായി സമർപ്പിച്ചു. വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് ദയനീയ പരാജയത്തിന് മുന്നിൽ കാലെടുത്തു വെക്കുന്നു. ഒന്നും ചെയ്യാനാകാതെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ ഇവാൻ ബുക്മനോവിച്ച് നിസ്സഹായനായി നിൽക്കുന്നു. ആദ്യ പകുതിയിൽ 2-0 എന്ന വ്യക്തമായ ആധിപത്യത്തിൽ FC ഗോവ കളിയിൽ ആധിപത്യം പുലർത്തി. ഒടുവിൽ എല്ലാ പ്ലാനുകളും മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഇവാൻ ബുക്മനോവിച്ച് തൻ്റെ ചുണക്കുട്ടികളെ രണ്ടാം പകുതിക്കായി കളത്തിലേക്ക് ഇറക്കി. ഇനിയൊരു തിരിച്ചുവരവ് സാധ്യമായിരുന്നില്ല. അസാധ്യമായത് സാധ്യമാകുമ്പോഴല്ലേ അതിനെ നമ്മൾ അത്ഭുതമെന്ന് വിളിക്കുന്നത്. ആ അത്ഭുതത്തിനായി ഓരോ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരും കണ്ണിമ വെട്ടാതെ കാത്തിരുന്നു. കളിയുടെ 51-ാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി ലഭിച്ച ഫ്രീ കിക്ക് ഡെയ്സുകെ സക്കായി എന്ന ജപ്പാനീസ് തീപ്പൊരി ഗോളിലേക്ക് തിരിച്ചുവിട്ടപ്പോൾ ഓരോ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരും തങ്ങളുടെ തിരിച്ചുവരവ് ഏറെ പ്രതീക്ഷിച്ചതാണ്. ബ്ലാസ്റ്റേഴ്സിനെ രക്ഷിക്കാൻ ദൈവം ഒരു പെനാൽറ്റിയുടെ രൂപത്തിൽ ഒരു സുവർണാവസരം കേരള ബ്ലാസ്റ്റേഴ്സിനായി നീട്ടിവെച്ചു. ആ പെനാൽറ്റി എടുത്ത ബ്ലാസ്റ്റേഴ്സിൻ്റെ പെനാൽറ്റി സ്പെഷ്യലിസ്റ്റ് ദിമിത്രിയോസ് ഡയമണ്ടക്കോസ് എന്ന ഗ്രീക്ക് ദേവൻ അത് വലയിലേക്ക് എത്തിച്ചപ്പോൾ കൊച്ചി കലൂർ സ്റ്റേഡിയം ഇളകി മറിഞ്ഞതാണ്. ഒരു ദൈവദൂതനെ പോലെ വീണു കിട്ടിയ സുവർണാവസരം ഗോളിലേക്ക് തിരിച്ചുവിട്ട് ദിമിത്രിയോസ് ഡയമണ്ടക്കോസ് കേരള ബ്ലാസ്റ്റേഴ്സിനെ 3-2 എന്ന വിജയത്തിൻ്റെ അരികിലേക്ക് എത്തിക്കുന്നു. വാട്ട് എ കംബാക്ക് കേരള ബ്ലാസ്റ്റേഴ്സ്. ആ ഒരു നിമിഷം എങ്ങനെ വർണ്ണിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അത്രമേൽ കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ ഓരോ സുന്ദര മുഹൂർത്തങ്ങളും ഞങ്ങൾ ഏറെ ആസ്വദിച്ചിരുന്നു. ഒടുക്കം 89-ാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുത്തൻ പ്രതീക്ഷയായ ഫെഡർ ചെർണിച്ചുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിനായി പട്ടിക പൂർത്തിയാക്കിയപ്പോൾ ഓരോ ആരാധകൻ്റെയും മനം നിറഞ്ഞതാണ്. എങ്ങനെയാണ് ഈ വിജയത്തെ വർണ്ണിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല. എത്രയൊക്കെ വർണ്ണിച്ചാലും അതും മതിയാവുമെന്ന് തോന്നുന്നില്ല. ആടി ഉലഞ്ഞ കപ്പൽ ഇതാ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ തിരിച്ചുവരവ് ലോകത്തിന് മുന്നിൽ അറിയിച്ചിരിക്കുന്നു. അസ്തമയത്തിന് ശേഷം ഒരു ഉദയമില്ല എന്നുണ്ടെങ്കിൽ അത് സൂര്യനല്ലാതിരിക്കണം.
കുരിശേറ്റത്തിന് ശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല എന്നുണ്ടെങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സ് അല്ലാതിരിക്കണം. അതുകൊണ്ട് കണ്ണുകൾ കൂർപ്പിച്ച് തന്നെ ഇരിക്കുക. ദൃഷ്ടാന്തങ്ങൾ ഇനിയും വന്നേക്കാം. അസാധ്യമായത് സാധ്യമാകുമ്പോഴല്ലേ അതിനെ നമ്മൾ അത്ഭുതമെന്ന് വിളിക്കുന്നത്. ആ അത്ഭുതത്തിൻ്റെ പേരാണ് കേരള ബ്ലാസ്റ്റേഴ്സ്.